മുംബൈക്ക് സമീപം ഭിവണ്ടിയിൽ മുൻ സുഹൃത്തിനെ യുവാവും കൂട്ടരും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് ആ വാർത്ത. യുവതി മറ്റൊരാളുമായി പ്രണയത്തിലായതിലുള്ള പ്രകോപനത്തെ തുടർന്നാണ് ഈ പീഡനം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഈ വാർത്തയൊക്കെ നമുക്ക് ഈ രീതിയിൽ വായിക്കേണ്ടി വരുന്നത് തന്നെ നമ്മളെ തന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ അതിന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ് എന്ന് പറയാം നമ്മൾ ഒരു ഇതിന്റെ ഭാഗമായി, ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഈ സംഭവം ഒരുപാട് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പ്രണയത്തിൽ നിന്ന് പിന്മാറാനും അതേപോലെ തന്നെ മറ്റൊരാളിനെ പ്രണയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുക, ഈ രീതിയിൽ ഒരാളെ മാനസികമായും ശാരീരികമായും തകർക്കാനുള്ള ആ ഒരു ശ്രമം, എന്താണ് സംഭവിച്ചത്? 22കാരിയാണ് ഈ അതിക്രമത്തിനൊക്കെ ഇരയായത്. ഈ യുവതി മുഖ്യപ്രതിയുമായി ഏതാണ്ട് കുറച്ച് വർഷങ്ങളായുള്ള പ്രണയബന്ധം ഉണ്ടായിരുന്നു. 4 മാസങ്ങൾക്ക് മുമ്പ് ആ ബന്ധം അവസാനിക്കുകയും അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നീട് ഈ അടുത്ത ദിവസങ്ങളിൽ മറ്റൊരാളുമായി യുവതി പ്രണയത്തിലായെന്ന വിവരം പ്രതി അറിഞ്ഞു. ഇതേ തുടർന്നാണ് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ ഈ യുവാവ് സുഹൃത്തുക്കളുമായി പദ്ധതിയിടുന്നത്. യുവതിയുടെ സഹോദരൻ ആദ്യം ഇവർ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തെ തടങ്കലിലാക്കിയതിനു ശേഷം ഇയാളുടെ മൊബൈലിൽ നിന്ന് യുവതിയെ വിളിച്ചു. സഹോദരന് എന്തോ ആപത്ത് പറ്റിയെന്നും സഹായിക്കാൻ എത്തണമെന്നും യുവതിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ യുവതി രാത്രി ഈ ഓട്ടോ വിളിച്ച് ഈ പ്രതികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഭിവണ്ടിയിലെ ഒരു സ്ഥലത്താണ് ഈ യുവതി എത്തിയത്. അവിടെ വെച്ച് ഈ സംഘം ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് യുവതിയുമായി കടന്നു കളയുകയായിരുന്നു. ആദ്യം സമീപത്തെ ഒരു സ്കൂളിന് പുറകിൽ എത്തിച്ചായിരുന്നു ബലാത്സംഗം ചെയ്തത്. അതിനുശേഷം മറ്റൊരിടത്തേക്കും കൊണ്ടുപോയി എന്നതാണ് യുവതി പരാതിയിൽ പറയുന്നത്. 6 പ്രതികളാണ് ആകെയുള്ളത്. ഇതിൽ ഒരാളെ മാത്രമേ ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രതികൾ എല്ലാവരും തന്നെ 20നും 25നും ഇടയിൽ പ്രായമുള്ളവരാണ്. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രിസ്റ്റീന. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്നും. എന്തായാലും അത് ദാരുണമായ സംഭവമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു അന്വേഷണം പോലീസ് ഇനി കൂടുതൽ നടത്തുന്നുണ്ടെന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് മുംബൈയിൽ നിന്നും.